വലിയ ദുആഇന് ഇജാബത്തുള്ള രാവാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ മുഹറം 9 ആണ്. ഇന്ന് മുഹറം 9ന്റെ രാവാണ്. മുഹറം 9നെ നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതോടൊപ്പം വ്യാഴാഴ്ചയാണ്. ഇൻഷാ അല്ലാഹ് ആ വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പിനെ കരുതാം. മുഹറം 1 മുതൽ 10 വരെ നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്താണ്. ആ നിയത്തിനെ കരുതാം. അതുപോലെ മുഹറം മാസത്തിൽ നോമ്പ് നോൽക്കൽ പ്രത്യേകം പുണ്യമാണ്. അങ്ങനെ പരിശുദ്ധമായ പവിത്രമായ ആ മുഹറം 9ന്റെ നോമ്പ്, വ്യാഴാഴ്ചയുടെ നോമ്പ്, 1 മുതൽ 10 വരെയുള്ള ആ ദിവസങ്ങളുടെ നോമ്പ്, അങ്ങനെ ഒരുപാട് നിയ്യത്തുകൾ നമുക്ക് കരുതാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് നാളത്തെ നോമ്പ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ നോമ്പ് അനുഷ്ഠിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ അവിടെയുള്ള ജൂതന്മാര് മുഹറം 10ന് നോമ്പ് നോൽക്കുന്നത് കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ നോമ്പ് നോൽക്കുന്നത്? ഇന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ ഫറോവയിൽ നിന്ന് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ, ഫറോവയെ വെള്ളത്തിൽ മുക്കിക്കൊന്നു കളഞ്ഞ ആ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അതിന് നന്ദിയായിട്ട് നമ്മൾ നോമ്പ് നോൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ മൂസാ നബി അലൈഹിസ്സലാമുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് നമ്മളാണ്. അതുകൊണ്ട് ഞാനും നോമ്പ് നോൽക്കുകയാണെന്ന് പറഞ്ഞ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം 10നെ നോമ്പനുഷ്ഠിക്കുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുകൂടെ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ ലഇൻ ബഖീതു ഇലാ ഖാബിൽ, അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ലാ അസൂമന്ന താസിഅ, 9ന്റെ അന്ന് കൂടി ഞാൻ നോമ്പെടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ വാക്ക്, അവിടുത്തെ പ്രവൃത്തി, അവിടുത്തെ മൗനാനുവാദം, അവിടുത്തെ എല്ലാം നമുക്ക് വലിയ ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ മുഹറം 9ന്റെ അന്ന് എല്ലാവരും നാളെ വ്യാഴാഴ്ച കൂടിയാണ് നോമ്പെടുക്കണം ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം തന്നെ മുഹറം 10ന് വലിയ പുണ്യമുള്ള ദിവസം കൂടിയാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ ഒരു രാവ് കൂടിയാണ് നാളത്തെ രാവ്, അഥവാ മുഹറം 10ന്റെ രാവ്. വലിയ പുണ്യമുള്ള രാവ് മുഹറം 10ന്റെ രാവാണ് എന്നതോടൊപ്പം വെള്ളിയാഴ്ച രാവ് കൂടിയാണ് നാളത്തെ രാവ്. അതുകൊണ്ട് ആരും ആ രാവുകളൊന്നും നഷ്ടപ്പെടുത്തരുത്. കൂടുതൽ സമയം ദിക്റുകളും സ്വലാത്തുകളും നന്മകളും ഒക്കെ ചെയ്യാൻ ധാരാളം സമയങ്ങൾ ചെലവഴിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. പരിശുദ്ധമായ മുഹറമിന്റെ അന്ന് കുടുംബത്തിനെ വിശാലത ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് എന്ന കാര്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല ഭക്ഷണം നാളത്തെ നോമ്പ് തുറയും, അതുപോലെയുള്ള മറ്റന്നാള് പവിത്രമായ മുഹറമിന്റെ നോമ്പ് തുറയും ഒക്കെ, 10ന്റെ നോമ്പ് തുറയും ഒക്കെ നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി കുടുംബത്തെ നന്നായി അവർക്ക് വിശാലത ചെയ്യൽ പ്രത്യേകം പുണ്യമാണ് എന്ന് മാത്രമല്ല, മഹാരഥന്മാർ അവിടെ ഒരു കാര്യം കൂടി രേഖപ്പെടുത്തി, പിന്നീടുള്ള എല്ലാ വർഷം മുഴുവനും വലിയ ബറക്കത്തുണ്ടാവാൻ, വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാവാൻ അത് കാരണമായി തീരുമെന്ന് മാത്രമല്ല, അത് നമ്മൾ പരിശോധിച്ചിട്ട് വ്യക്തമായ കാര്യമാണ് എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നാളത്തെ നോമ്പ് തുറയും കുടുംബത്തിന് നല്ല വിശാലമായ നല്ല ഭക്ഷണങ്ങൾ, പതിവിൽ നിന്ന് വിപരീതമായി ഒന്നുകൂടെ നല്ല ഭക്ഷണങ്ങളൊക്കെ നാളെയും മറ്റന്നാളും ഒക്കെ കുടുംബത്തിന് വേണ്ടി കൊടുക്കണം. നാളത്തെ നോമ്പ് തുറയും അതുപോലെ തന്നെ മറ്റന്നാളുള്ള നോമ്പ് തുറയും ഒക്കെ നല്ല വിഭവ സമൃദ്ധമായിട്ട് തന്നെ കുടുംബങ്ങൾക്ക് വേണ്ടി ഭക്ഷിപ്പിക്കാൻ എല്ലാ കുടുംബങ്ങളും ശ്രദ്ധിക്കണമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, സമയം വളരെ പ്രയാസം, നമുക്ക് നീട്ടിക്കൊണ്ടു പോയാൽ വലിയ പ്രയാസമാകും. അതുകൊണ്ട് തന്നെ നമ്മളെ ഹദ്ദാദ് റാത്തിബിലേക്ക് കടക്കുകയാണ്. അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. പ്രിയ സുഹൃത്ത് അബ്ബാസ് മിസ്ബാഹി